ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ കവിത. പാപിനിയായ സ്ത്രീ യേശുവിനെ കാണാൻ ശിമയോന്റെ വീട്ടിൽ വന്നു. ഇതൊന്നും പാപിനിയായ സ്ത്രീയോ യേശുവോ പാടിയ പാട്ടല്ല. വള്ളത്തോളിന്റെ ഭാവനയിൽ നിന്ന് വന്ന കവിതയാണിത്. ദാരിദ്ര്യ സുസ്ഥമ പാൽക്കുടിലൊന്നിലായി നിരാഞ്ജനി ജനിച്ചതത്രേ. ചീമോന്റെ പൂമേട തന്നിലെ നേത്രാഭിരാമ വിശാലമ്മ ശാലയിങ്കൽ എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നു എണ്ണ പകർന്നു കൊളുത്തി ചെമ്മേ. തൂവള്ളിച്ചങ്ങല തുമ്പത്തിതാനിടം തൂകിയ ദീപത്തിൽ ദീപ്തിപൂരം. അല്ലേ ഗിരികസ്ഥാനി ധന്യനായ ലോകത്തിൽ എന്തിനെമ്മീരെ വിലത്തുകാരൻ. താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി. നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോടാരാനും പങ്കമാർന്നൂഴിയിൽ വീണുപോയോ. നാദാ താപാജ്ഞകൾ കേട്ട് നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ. ചെയ്യരുതാത്തതു ചെയ്തവളെങ്കിലും നീ എന്നെ തള്ളല്ല തമ്പുരാനെ. അല്ലൽ പെരുങ്കടൽ അല്ലോലമാലയിൽ അല്ലലിൽ പെട്ടു കുഴഞ്ഞു പോയി ഞാൻ. ഏഴയാം എന്നെ കരറ്റുവാൻ ആരുള്ളു ആഴിക്കുമീരെ നടന്നവനെ. ശാശ്വതമായോനെ സർവം ക്ഷമിച്ചു നിൻ ദാസയത്തിൽ കാക്കൽ നിർത്തേണമേ. ശാശ്വതമായോനെ സർവം ക്ഷമിച്ചു നിൻ ദാസിയത്തിൽ കാക്കൽ നിർത്തേണമേ. ദാരിദ്ര്യ സുസ്ഥമ പാൽക്കുടിയിലൊന്നിലായി നിരാഞ്ജനി ജനിച്ചതത്രേ. യേശു ഇതെല്ലാം കേട്ടുകൊണ്ട് മേൽപോട്ട് നോക്കി മകളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു അപ്പോൾ ചെയ്ത ഈ പാതകമൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. മകളെ നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനിമേൽ നീ പാപം ചെയ്യുക.